ഹിന്ദു സമാജത്തിൻ്റെ സൂര്യതേജസ്സായ സ്വാമി ചിദാനന്ദപുരി മഹാരാജ്, ശ്രീ ശന്തനു ഗുപ്ത, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വിശ്വം പാപ്പ, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ദീദി, പാപ്പമ്മയുടെ ഇല്ലത്തിലെ യാദവേദൻ നമ്പൂരിപ്പാട്, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളോട് നിൽക്കുന്നത് അമ്മയുടെ തിരുമുൻപിലാണ്. ഈ കേരളമെന്ന് പറയുന്നത് ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നത് സുന്ദരി പീഠമെന്നാണ്. ശക്തി ഉപാസന, നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ ബംഗ്ലാദേശിലുള്ളതുപോലെ തന്നെ വളരെ ശക്തമായ ശക്തി ഉപാസന നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കേരളം. കാര്യം നമ്മുടെ എല്ലാം തറവാടുകളിൽ മച്ചകത്തമ്മയായിട്ടോ തെക്കേടുത്ത ഭഗവതിയായിട്ടോ നമ്മൾ ശക്തി ഉപാസന നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഹിന്ദു സമാജം ഏറ്റവും ഉണർവോടും ശക്തിയോടും നിലനിന്നിരുന്നത്. പിന്നെ ആ കൂട്ടുകുടുംബ സമ്പ്രദായം എല്ലാം അണുകുടുംബങ്ങളായി മാറിയപ്പോൾ, പലപ്പോഴും നമ്മുടെ തറവാടുകൾ പൊളിച്ചു മാറ്റപ്പെട്ടപ്പോൾ ഈ ഉപാസനാമൂർത്തികളെയെല്ലാം നമ്മളിപ്പോൾ നിൽക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ചോറ്റാനിക്കര പോലുള്ള ക്ഷേത്രങ്ങളിലേക്കോ കൊണ്ട് നടതള്ളി. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ശക്തമായി ഉണ്ടായിരുന്ന കാവുകളുണ്ടായിരുന്നു. ആ കാവുകളിലെ നാഗദേവതമാരെയെല്ലാം പാമ്പുമിക്കേട്ടോ അല്ലെങ്കിൽ മണ്ണാർശാലയോ അതുപോലെ കൊണ്ട് അതിനെ നടതള്ളി. ഇപ്പോൾ നമ്മൾ അണുകുടുംബങ്ങളായി മാറി. നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ബന്ധുക്കൾ ആരാണ്, നമ്മുടെ മതിലിനപ്പുറത്ത് താമസിക്കുന്ന ആരാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ആദ്യം ഓടുന്ന എവിടേക്കാണ്? ഹിന്ദുക്കൾ ആദ്യം ഓടുന്നത് ഒരു ജ്യോത്സ്യരെടുത്തേക്കായിരിക്കും. മക്കൾക്കൊരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ദുസൂചനകൾ കണ്ടാൽ നേരെ ജ്യോത്സ്യരെടുത്തേക്ക് ഓടും. അപ്പോൾ ജ്യോത്സ്യർ കബഡി നിർത്തിയിട്ട് ആദ്യം പറയുന്നത് എന്താ? ആരാ നിങ്ങളുടെ ഭരദേവത? ഭരദേവത പ്രീതിയില്ലല്ലോ എന്ന് പറയും. അപ്പോഴാണല്ലോ ഇങ്ങനെ ഭരദേവത അതായത് അങ്ങനൊരു സാധനം ഉണ്ടോ? അപ്പം ആലോചിക്കാൻ തുടങ്ങി, ഇതെവിടെയാ ഭരദേവത? അപ്പോഴാണ് നോക്കുമ്പോൾ ഭരദേവത. അപ്പം അവർക്കറിയാവുന്നുള്ള ബന്ധുക്കളോ കുടുംബക്കാരോ ഉണ്ടെങ്കിൽ വിളിച്ചൊന്ന് അന്വേഷിക്കും, അവർക്കും അറിയില്ല. അപ്പോൾ ഈ ഭരദേവത ആരാണ്? എന്താണ് ഭരദേവത? ഓരോ കുടുംബങ്ങളെയും നിലനിർത്തിയിരുന്നത്, ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നിലനിർത്തിയിരുന്ന ആ ശക്തിയാണ് ഭരദേവത. ആ ഭരദേവത അറിയില്ല. പിന്നെ അവർക്ക് ആ കുലത്തിനൊരു ദേവത ഉണ്ടാവും, കുലദേവത, അതാരെന്നറിയില്ല. ഒരു ദേശദേവത ഉണ്ടാവും, അത് ആരെന്നറിയില്ല. ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ ഹിന്ദുക്കൾ പറയുന്നത് എന്താ? ഞാൻ കൊടുങ്ങല്ലൂർ പോയി ദർശനം നടത്തി, ഞാൻ ഗുരുവായൂർ പോയി ദർശനം നടത്തി, ഞാൻ ശബരിമലയിൽ പോയി ദർശനം നടത്തി, ഞാൻ അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പണ്ടൊരു കാര്യം കേട്ടിട്ടില്ലേ? തൊട്ടടുത്ത് കിടക്കുന്ന കല്ലിനെ നമ്പണോ ദൂരെ നിൽക്കുന്ന മണ്ണാനെ നമ്പണോ എന്നുള്ളതാണ്. ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന കല്ലേ നമ്മൾ ഉപകരിക്കത്തുള്ളൂ. അതുപോലെ സ്വന്തം അമ്മയെ മറന്നിട്ട് ദൂരെ നിൽക്കുന്ന ആരെയോ ആണ് കുറച്ച് കാണാൻ ഭംഗിയുണ്ട്, കുറച്ച് പ്രസിദ്ധിയുണ്ട് എന്ന് അവരെ കയറി അമ്മ എന്ന് വിളിക്കാം എന്ന് പറയുന്നൊരവസ്ഥയാണ് ഭരദേവതയെ മറന്ന് മറ്റു ദേവതമാരെ തേടിപ്പോകുന്നത്. മറ്റു ദേവതമാരെ തേടി പോരുമെന്നൊരിക്കലും ഞാൻ പറയില്ല. കാര്യം കേരളത്തിന് തന്നെ ശക്തിപീഠമാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കാലസംഘർഷിണി ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ, ലോകാംബികയാണ്. ആ അമ്മയുടെ മുമ്പിൽ ചെല്ലരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ പോരുതെന്നോ അല്ല പറയുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം അമ്മയെ മറന്നിട്ട് ഇവിടെ ചെല്ലുമ്പോഴും ആ അമ്മ പറയുന്നത് എന്തായിരിക്കും? നീ ആരെയാണോ കാണേണ്ട, കാണാതെയാണ് നീ എന്നെ കാണാൻ വന്നിരിക്കുന്നത്. ഇതായിരിക്കും അമ്മ പറയുക. അപ്പോൾ അതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു മൂല്യച്യുതിയാണത്. നമ്മുടെ സമാജത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ പലർക്കും അറിയില്ല ഭരദേവത ആരാണ്. ആ ഭരദേവത അറിയാത്തവർക്ക് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യസ്വരൂപേണ ചണ്ഡികാദേവി എന്നാണ്. ആ ചണ്ഡികയെ ഉപാസിക്കാം. ആ ചണ്ഡികയെ നമ്മുടെ ഭരദേവതയായിട്ട് സങ്കല്പിച്ച് നമുക്ക് ഉപാസിക്കാം. അപ്പൊ വീണ്ടും നമുക്ക് നമ്മുടെ സുന്ദരീ പീഠമാക്കി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയും. സ്വാമിജി പറഞ്ഞതിൽ ഒരുപാട് അന്തരാർത്ഥങ്ങളുണ്ട്. ആ അന്തരാർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നു കഴിഞ്ഞാൽ ഇന്ന് നാളെ നമ്മളെ ചൂഷണം ചെയ്യാനും പല രീതിയിലും നമ്മളെ പറ്റിക്കാനും പല രീതിയിലും ഉപദ്രവിക്കാനും ശ്രമിക്കുന്ന
ക്ഷുദ്രശക്തികൾ ഇന്ന് സമാജത്തിൽ പ്രവർത്തിക്കുന്നു. ആ ക്ഷുദ്രശക്തികളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ കേരളം രൂപീകൃതമായപ്പോൾ ഇവിടെ ഹിന്ദു ജനസംഖ്യ 80%. ഇന്നത് ചുരുങ്ങി എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 ലാസ്റ്റ് കന്യാകുമാരി കണക്കെടുത്തത്. ആ 2019 കണക്കെടുത്തപ്പോൾ ഹിന്ദു ജനസംഖ്യ 45% താഴെ എത്തി നിൽക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും ഹിന്ദു ജനസംഖ്യ 20% താഴേക്ക് എത്തും. ഇത് കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്, പഠനങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 20% താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുക. ബംഗ്ലാദേശിൽ ഹിന്ദു ജനസംഖ്യ ബംഗ്ലാദേശ് രൂപീകൃതമായ കാലത്ത് 32%. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഇഷ്യൂ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ വെറും 8%. ഇതേ അവസ്ഥ തന്നെയാണ് പാകിസ്ഥാൻ. അപ്പൊ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ചില ശക്തികളുണ്ട്. അവരെ തിരിച്ചറിയുക, നമ്മൾ ജാഗ്രത പാലിക്കുക. സ്വാമിജി പറഞ്ഞ ഒരുപാട് പ്രാവശ്യം സ്വാമിജി എടുത്തെടുത്ത് പറഞ്ഞൊരു വാക്കാണ് ജാഗ്രത എന്നുള്ളത്. അത് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കാശ്മീരിൽ ഇതാണ് സംഭവിച്ചത്. കാശ്മീരിലെ പണ്ഡിറ്റുകളോട് പലരും പറഞ്ഞു, നിങ്ങൾ ജാഗ്രത പാലിക്കുക. ഞങ്ങളെ ആരും ഉപദ്രവിക്കുക, ഞങ്ങളുടെ സ്ഥലമല്ലേ ഇത്, ഞങ്ങളുടെ നാടല്ലേ, ഇവിടെ ആര് വരാൻ എന്ന് ചോദിച്ചു. അവസാനം എന്തായി? സ്വന്തം വീടുപേക്ഷിച്ച്, സ്വന്തം നാടുപേക്ഷിച്ച്, ബന്ധുക്കളെ നഷ്ടപ്പെട്ട്, കിട്ടിയതും കൈ വാരിയെടുത്തുകൊണ്ട് നേരെ ഓടി എങ്ങോട്ടേക്ക്? ഡൽഹിയിലും ഹരിയാനയിലും വന്ന് തെരുവോരങ്ങളിൽ ടെന്റ് അടിച്ച് കിടക്കേണ്ടി വന്നു. ഇത് കഥയൊന്നുമല്ലല്ലോ, നമ്മുടെ മുന്നിൽ കണ്ട കഴിഞ്ഞ കാര്യമല്ലേ. അപ്പൊ നമുക്ക് തോന്നും, നമുക്കെല്ലാവർക്കും ഇന്നൊരു സങ്കല്പമുണ്ടോ, എൻ്റെ കാര്യം ഞാൻ നോക്കാം, മറ്റവൻ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ഹിന്ദു സമാജത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാ. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ തലമുറ, അടുത്ത തലമുറ എത്രത്തോളം നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ വളരുന്നു, സനാതന ധർമ്മം മനസ്സിലാക്കുന്നു, നമ്മുടെ ഈശ്വരീയതയെ പറ്റി മനസ്സിലാക്കുന്നു, നമ്മുടെ പുരാണങ്ങളെ പറ്റി മനസ്സിലാക്കുന്നു? എത്ര പേരുണ്ട്? ഒരു 5% ഉണ്ടോ? നമുക്ക് ലജ്ജയില്ലേ? എന്തുകൊണ്ട് നമ്മൾ മറ്റു മതങ്ങളിലേക്ക് നോക്കുന്നില്ല? അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. സ്വാമിജി എടുത്തെടുത്ത് പറഞ്ഞതുപോലെ ഞാനും പറയുന്നു, അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥ ഇസ്ലാമുകളായവരെ ഞാൻ അവരെ പ്രകീർത്തിക്കുന്നു. കാര്യം അവർ കൃത്യമായിട്ട് അവരുടെ നോമ്പെടുത്തിരിക്കും. ആ നോമ്പ് കാലത്ത് ചിലപ്പോൾ അവർ തിങ്ങിപ്പാർന്ന് സ്ഥലത്ത് പോയാൽ നമുക്ക് പച്ചവെള്ളം കിട്ടത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ അവരാ നോമ്പെടുത്തിരിക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ, അവരെ സംബന്ധിച്ചോളം അവർ ക്രിസ്മസിന് മുമ്പ് അവരും കൃത്യമായി നോമ്പ് അനുഷ്ഠിച്ചിരിക്കും. നമുക്കെന്ത് പറ്റി? നമുക്ക് ഈശ്വരീയ ചിന്തയില്ല, നമുക്ക് വ്രതങ്ങളില്ല, നമുക്ക് ഒരു കാര്യത്തെ പറ്റിയും ചിന്തയില്ല. ഈ ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ കാശ്മീരല്ല, നാളെ ഒരു ബംഗ്ലാദേശായി പോലും കേരളം മാറിക്കൊള്ളുകയില്ല. അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുക തന്നെ വേണം. അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുക തന്നെ വേണം. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അടുത്ത തലമുറ, ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ? കേരളം തന്നെ ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കേരളത്തിലുള്ള ആൾക്കാർ, ചെറുപ്പക്കാരെല്ലാം കേരളം വിട്ട് ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭാരതം തന്നെ വിട്ട് പുറത്തേക്കോ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ വന്നു ചേർന്നുകൊണ്ടിരുന്നാൽ, പ്രത്യേകിച്ച് അത് ഹിന്ദു സമാജത്തിലാണ് കേട്ടോ കൂടുതലും, അത് നാളെ ഇതൊരു വെറും ഒരു വൃദ്ധസദനമായി കേരളം മാറും. അപ്പോൾ നമ്മുടെ ആചാരങ്ങൾ നമ്മൾ മറക്കുന്നു, നമ്മുടെ അനുഷ്ഠാനങ്ങൾ മറക്കുന്നു, നമ്മുടെ ദിനചര്യകൾ മറക്കുന്നു. എന്തിന്? ഒരു വീട്ടിൽ നമ്മുടെ എല്ലാ ദിവസവും 2 നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ എന്തിനാ? ആ വിളക്ക് കത്തിച്ച് വെക്കുന്നത് പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലുമാണ്. മറ്റ് ദുഷ്ടശക്തികൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി, നെഗറ്റീവ് എനർജി അത് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഇന്ന് എത്ര വീടുകളിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കുന്നുണ്ട്? പോട്ടെ, രാവിലത്തെ പിന്നെയും പോട്ടെ, വൈകുന്നേരമെങ്കിലും ഒരു നേരമെങ്കിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന എത്ര വീടുകളുണ്ട്? ഒരു കുടുംബത്തിൽ എത്ര പേര് ഒന്നിച്ചിരുന്ന് നാമം ചെയ്യുന്ന എത്ര വീടുകളുണ്ട്? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ദേഹം ശുദ്ധിയാക്കി ഒരു ഭസ്മക്കുറി ഇട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അവിടെ പോയിരുന്ന് 10 രാമനാമമെങ്കിലും ജപിച്ചില്ലെങ്കിൽ അത്താഴത്തിന് ഭക്ഷണം ഉണ്ടാവില്ല. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വളർന്നു വന്നവരാണ് നമ്മൾ.
പക്ഷെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ ഇന്ന് എത്ര വീടുകളിൽ നാമജപം നടക്കുന്നു? പോട്ടെ, എത്ര വീടുകളിൽ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു? എത്ര വീടുകളിലുണ്ട്? ഇന്ന് ഓരോ മുറിയിലിരുന്ന് അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവരവർ ഓർഡർ ചെയ്യുന്നു, ഓൺലൈൻ ഓർഡർ ചെയ്യുന്നു. ഇന്നീ ഓൺലൈനിലുള്ള ഭക്ഷണവും ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ളത് ഭാരതത്തിലാണ്. അതിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ളത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് നമ്മളെ ഇതിലേക്കെല്ലാം കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ ഒരു ഭക്ഷണ രീതിയുണ്ട്, നമുക്കൊരു ഭക്ഷണ ക്രമമുണ്ട്. ആ ക്രമമെല്ലാം മറന്ന് നമുക്ക് തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. കുടുംബങ്ങൾ ഒന്നിച്ച്, പണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തത്, മക്കളുടെ കാര്യവും അവരുടെ ഓരോ കാര്യങ്ങൾ. അങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം തമ്മിൽ പോലും കാണാത്ത അവസ്ഥയായി. അതിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഞാനത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ആ സമയം പോകും, ഒരുപാട് പേര് ഇനി സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒരുപാട് കിടക്കുന്നില്ല. അപ്പം അതുപോലെ നമുക്കിപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏകദേശം 2000 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നൊരു ക്ഷേത്രമാണിത്. ഇന്നത് ചുരുങ്ങി 10-25 ഏക്കറിന് താഴേക്ക് വന്നു. അത് തന്നെ എന്താണ്? അത് തന്നെ ആരോ തപ്പി നോക്കിയപ്പോൾ കണ്ടതെന്താണ്? ഒരു പട്ടയം ആരുടെ പേരില്ല, ഒരു കുഞ്ഞഹമ്മദ് മകൻ ഒരു ഖാദറിന്റെ പേരിൽ പട്ടയം. ആലോചിച്ച് നോക്കിയേ, ഈ ക്ഷേത്രത്തിന്റെ പട്ടയം ഒരു കുഞ്ഞഹമ്മദിന്റെ മകൻ ഖാദറിന്റെ പേരിൽ. അന്ന് ഹിന്ദു സമാജം ജാഗ്രതയോടുകൂടി അന്ന് ശ്രമിച്ചപ്പോൾ ആ പട്ടയം മാറ്റാൻ പറ്റി. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന പട്ടയം മാറ്റിയെങ്കിലും ഇന്നും ക്ഷേത്രത്തിന്റെ പേരിൽ ആ പട്ടയം പതിച്ച് കിട്ടിയിട്ടില്ല. ഇപ്പോഴും പുറമ്പോക്ക് ഭൂമി എന്നാണത് എഴുതപ്പെട്ടിരിക്കുന്നത്. പുറമ്പോക്ക് ഭൂമിയാണോ നമ്മുടെ ക്ഷേത്രങ്ങൾ? നമ്മുടെ ക്ഷേത്രങ്ങളല്ല, ക്ഷേത്രങ്ങളുടെ സ്വത്താണ് ഈ കേരളത്തിലുള്ള എല്ലാം. ഇന്ന് വഖഫ് അവകാശപ്പെടുന്നത് പോലെ നമ്മൾ നാളെ അവകാശപ്പെടണം. ഈ സ്വത്തുക്കളെല്ലാം ക്ഷേത്രത്തിൻ്റെയാണ്. ഈ സ്വത്തുക്കളെല്ലാം ക്ഷേത്രത്തിന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ അവകാശപ്പെടണം. അവിടെയാണ് നമുക്ക് നമ്മുടെ ഹൈന്ദവ ശക്തി അവിടെ വരണം. കാര്യം ക്ഷേത്രങ്ങളുടെ ഭൂമിയാണ്. ക്ഷേത്രങ്ങളുടെ ഭൂമി ഒരു കാരണവശാലും മറ്റൊരാൾക്കും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയണം. ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഭൂമി പുറമ്പോക്കല്ല, ഇത് കുരുമ്പ ഭഗവതിയുടെ പേരിൽ, ആ ദേവസ്വത്തിന്റെ പേരിലേക്ക് ആ ക്ഷേത്രത്തിന്റെ ഭൂമി മാറ്റണം. അതിന് നമ്മൾ ഇനിയും ശ്രമിക്കണം. നമ്മൾ ജാഗ്രത പാലിക്കണം. അന്ന് ആ ജാഗ്രത കാണിച്ച് ഇത് പുറത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ, ഇത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, കൊടുങ്ങല്ലൂർ അമ്മയുടെ മുമ്പിൽ വഖഫുകാർ കൊണ്ട് കൊടി കുത്തിയതിനു മുമ്പ് ഈ ഖാദർ വഖഫിന് എഴുതി കൊടുത്താൽ പോരെ? കൊണ്ട് കുത്തില്ലേ കൊടി? അന്ന് അമ്മ കാണിച്ചു തന്നാണ്. നമ്മുടെ ജാഗ്രതയല്ല, അമ്മയുടെ ജാഗ്രതയാണ് അന്നത് കാണിച്ചു തന്നു. അത് നമ്മൾ തിരുത്തിയത് ഇപ്പം പുറമ്പോക്ക് ഭൂമിയായിട്ട് കിടക്കുകയാണ്. അത് ദേവസ്വത്തിന്റെ ഭൂമിയാക്കി മാറ്റണം. ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. സ്വാമിജി പറഞ്ഞ പോലെ ശബരിമലയിൽ സ്വാമിജി 1-2 ബുക്കുകളിലൂടെ കോട്ട് ചെയ്തു. ഭൂതനോഭാഗ്യനവും അതുപോലെ ശാസ്ത്രപൂജാ കൽപ്പം. ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ ഉപാസനാമൂർത്തികൾ ഏതൊക്കെയാണ്. അതിൽ ആ ശാസ്ത്രപൂജാ കൽപ്പം എന്ന് പറയുന്നത് സ്വാമിജി എഴുതിയതാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ശബരിമലയിലെ സന്നിധാനത്തെ പ്രതിഷ്ഠകൾ ഏതൊക്കെയാണ്. 1114 എഴുതപ്പെട്ട ബുക്കാണത്. 1114 എന്ന് പറയുമ്പോൾ ഏകദേശം 90 വർഷത്തിന് മുമ്പ് എഴുതപ്പെട്ട ബുക്കാണത്. ഒരു യോഗിയാണ് യോഗിയായ ഒരു വ്യക്തി എഴുതിയ ബുക്കാണ്. അപ്പൊ അദ്ദേഹം മറ്റാരെയും സുഖിപ്പിക്കാൻ വേണ്ടി എഴുതേണ്ട കാര്യമില്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ സ്വാമിജി പറഞ്ഞ പോലെ അതിൽ ആ ആചാരത്തിന്റെ ഭാഗം തന്നെയാണ് മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടൽ. അത് കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ചെയ്യണമെന്നാണ്. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തിനാണ് ഈ നാളികേരം ഉരുട്ടുന്നത്? ശബരിമലയിൽ എന്താണ് യഥാർത്ഥത്തിലെ സങ്കല്പം? നമ്മൾ എന്തിനാണ് ശബരിമലയിൽ നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്നത്? നെയ്ത്തേങ്ങ എന്താണ്? നമ്മുടെ ശരീരമാകുന്ന നാളികേരത്തിൽ അതിലെ ജലം കളഞ്ഞിട്ട് ആത്മാവാകുന്ന നറുനെയ്യാണ് അതിൽ നിറയ്ക്കുന്നത്. നമ്മുടെ ആത്മാവിനെ, ശരീരത്തിൽ നമ്മുടെ ആത്മാവ് നിലനിൽക്കുന്നതിന്റെ സൂചനയാണ് നെയ്ത്തേങ്ങ. ആ നെയ്ത്തേങ്ങയുമായിട്ട് നമ്മൾ പൊന്ന് 18-ാം പടി ചവിട്ടി മുകളിൽ ചെന്ന് ഭഗവാനെ ദർശിച്ച്, അപ്പൊ ഭഗവാനെ ദർശിക്കുന്നവര് ഇരുമുടി തലയിലാണ്. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഇരുമുടി നമ്മൾ തോളിലേക്ക് മാറ്റണം. തോളിലേക്ക് മാറ്റി നമ്മൾ ആ നെയ്ത്തേങ്ങ ഉടച്ച് ആ നെയ് നമ്മൾ പകർന്ന് അത് ഭഗവാൻ അഭിഷേകം ചെയ്യും. നമ്മുടെ ആത്മാവിനെ ഭഗവാന് നൽകിയിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ അഗ്നിയിൽ ദഹിപ്പിച്ച് കളയുന്നു. അതാണ് ആഴിയിലേക്ക് ആ തേങ്ങാമുറികൾ ഇടുന്നത്. ഇതാണ് അതിന്റെ സങ്കല്പം. അത് കഴിഞ്ഞ് കന്യയ്യപ്പന്മാരും മാളികപ്പുറത്തമ്മമാരും
അവിടെ പോയി നാളികേരം ഉരുട്ടെന്ന് വെച്ചാൽ ആ നാളികേരം വീണ്ടും നമ്മുടെ ജീവനാണ്, നമ്മുടെ ജന്മമാണ്. വീണ്ടും എനിക്കൊരു ജന്മം ലഭിക്കുകയാണ്. എൻ്റെ ആത്മാവിനെ ഞാൻ അഭിഷേകം ചെയ്തു, ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദഹിപ്പിച്ചു കളഞ്ഞു, ഞാൻ പുതിയ ജന്മമാണ്. ആ പുതിയ ജന്മത്തിന് ആദിപരാശക്തിയായ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നുള്ളതിനാണ് ആ നാളികം ഉരുട്ടുന്നത്. ഇതിനെല്ലാം ഓരോ ആചാരത്തിനും ഓരോ അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനം അറിയാതെ അതെല്ലാം അനാചാരങ്ങളായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ തിരക്കിനിടയിൽ പല ആചാരങ്ങളും നമുക്ക് നടക്കുന്നില്ല ശബരിമലയിൽ. കാര്യം അത്രത്തോളം ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. എന്തായിരുന്നു ശബരിമലയിൽ 18-ാം പടിയിൽ പണ്ടുണ്ടായിരുന്നത്? നമ്മൾ 18-ാം പടി, ഞാൻ 54 വർഷമായിട്ട് ശബരിമലയിൽ പോകുന്ന ഒരാളാണ്. ഈ 54 വർഷവും കോവിഡ് സമയത്ത് 1-2 വർഷം മുടങ്ങിയിട്ടില്ല. ഏകദേശം കുറെ കാലത്തോളം എല്ലാ മാസവും പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ അന്ന് കരിങ്കല്ലാണ് പടി. ഓരോ പടിയിലും തൊഴുത് എത്രാമത്തെ മലയാണോ കയറുന്നത് ആ പടിയിൽ നമ്മൾ നാളികേരം ഉടച്ചിട്ടാണ് മുകളിൽ കയറുന്നത്. അടുത്തൊരു നാളികേരം നമ്മുടെ കൈ വെച്ചേക്കും. തിരിച്ച് ദർശനമെല്ലാം കഴിഞ്ഞ് മാളികപ്പുറത്തും ദർശനം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ 18-ാം പടി ഇറങ്ങുമ്പോൾ അത് പിന്തിരിഞ്ഞാണ് ഇറങ്ങുന്നത്. ഭഗവാനെ കണ്ട് അവിടെ 18-ാം പടിക്ക് മുകളിൽ നാളികേരം ഉടയ്ക്കാനൊരു സ്ഥലം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നാളികേരം ഉടച്ചിട്ട് ഓരോ പടിയും തൊട്ട് വണങ്ങി താഴേക്ക് ഇറങ്ങും. അത്ര പവിത്രമായ പൊന്ന് 18-ാം പടിയാണത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സ്വാമിജി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ പഞ്ചരൂപത്തിലുള്ള ധർമ്മശാസ്താവ്, സാക്ഷാൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പഞ്ചരൂപത്തിലുള്ള ധർമ്മശാസ്താവ്, അതിൽ ബാലരൂപത്തിൽ കൊളുത്തൂപ്പുഴയിലും യൗവന രൂപത്തിൽ ആര്യങ്കാവിലും പൂർണ്ണ പുഷ്കല സമേത ഗ്രഹസ്ഥ രൂപത്തിൽ അച്ചൻകോവിലും സമാധിസ്ഥനായ സന്യാസ രൂപത്തിലാണ് ശാസ്താവിനെ ശബരിമലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ശാസ്താവിന്റെ ആത്മചൈതന്യമാണ് കാന്തമല എന്ന് പറയുന്ന പൊന്നമ്പലമേട്. അവിടെ മാത്രമാണ് പ്രതിഷ്ഠയില്ലാത്തത്. ആ ചൈതന്യത്തിൽ, ആ ധർമ്മശാസ്താവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി മണിമണ്ഡപത്തിൽ ജീവസമാധിയായ ആ ചൈതന്യം ധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതാണ്. അതാണ് മറ്റ് ക്ഷേത്രങ്ങൾക്കില്ലാത്ത ശബരിമലയുടെ പ്രത്യേകത. ശബരിമല മാത്രമാണ് ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രം. ബാക്കി പല സ്ഥലത്തും നമുക്ക് അയ്യപ്പന്റെ വിഗ്രഹമുണ്ട്, ധർമ്മശാസ്താവിന്റെ വിഗ്രഹമുണ്ട്, പല വിഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ്. അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രം ഒന്ന് മാത്രമേ ലോകത്തുള്ളൂ, അത് ശബരിമല മാത്രമാണ്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് അവിടെ പോകുമ്പോൾ വ്രതാനുഷ്ഠാനത്തോടെ പോകണമെന്ന് പറയുന്നത്. എന്താണ് നമ്മൾ 18 പടി കയറി ചെല്ലുമ്പോൾ മോളിൽ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി. ആ തത്വമസി ബോർഡ് എങ്ങനെ വന്നെന്നറിയാമോ? ചിന്മയാനന്ദ സ്വാമിജിയാണ് ആ ബോർഡ് അവിടെ സ്ഥാപിച്ചത്. 1982 എൻ്റെ ഓർമ്മ. അതിനു മുമ്പ് ആ പൊരുളുണ്ടായിരുന്നു, പക്ഷെ അവിടെ ആ ബോർഡ് സ്ഥാപിച്ചത് ചിന്മയാനന്ദ സ്വാമിജിയാണ്. ആ പൊരുളെന്ന് പറയുന്നത് തത്വമസി, ഞാനും നീ ഒന്നെന്നാണ്. അപ്പൊ ഞാനും നീ ഒന്നാവണമെങ്കിൽ, ഞാൻ നീ ആവണമെങ്കിൽ, നീ ഞാനാകണമെങ്കിലും, അയ്യപ്പനാകണമെങ്കിൽ ഞാൻ അയ്യപ്പനായിട്ട് വേണം അവിടെ പോകാൻ. ശബരിമലയെ മാത്രമല്ലേ നമ്മൾ എല്ലാവരും അയ്യപ്പന്മാർ. അവിടെ ഇരിക്കുന്ന ആ ചൈതന്യം, ആ ശ്രീകോവിലിരിക്കുന്ന അകത്തിരിക്കുന്ന ചൈതന്യവും അയ്യപ്പനാണ്. അവിടെ പൂജ ചെയ്യുന്നവരും അയ്യപ്പന്മാരാണ്. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ്. അവിടെ പോകുന്ന ഭക്തനും അയ്യപ്പനാണ്. ഭക്തനായിട്ടല്ല നമ്മൾ പോകുന്നത്, നമ്മൾ അയ്യപ്പനായിട്ടാണ് അവിടെ പോകുന്നത്. അയ്യപ്പനായിട്ട് വേണം അവിടെ പോകാൻ. അതിനാണ് 41 ദിവസത്തെ കഠിന വ്രതം വേണമെന്ന് പറയുന്നത്. ആ കഠിന വ്രതത്തിന്റെ ഭാഗമാണ് പണ്ടത്തെ കാലത്ത് ഈ ബുക്കിൽ തന്നെ ഈ പറഞ്ഞ ഭൂതനാഥ സൗവാഖ്യാനത്തിൽ ഇതിനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഉപേക്ഷിക്കണം? മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം, ലഹരി ഉപേക്ഷിക്കണം, മൈഥുനം ഉപേക്ഷിക്കണം, മരണ വീട്ടിലോ പുലയുള്ള വീട്ടിലോ കയറാൻ പോലും പാടില്ല. ഇത്തരം രീതിയിൽ കഠിന വ്രതം എടുത്താണ് പണ്ട് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം വീട്ടിൽ താമസിക്കാതെ തെക്കു ഭാഗത്ത് പുരകെട്ടി അവിടെയാണ് അയ്യപ്പന്മാർ ഒന്നിച്ച് താമസിച്ചിരുന്നത്. ആ രീതിയിലൊക്കെ ആചരിക്കപ്പെട്ടിരുന്ന അത്രയും പവിത്രമായ ക്ഷേത്ര സങ്കേതമാണ് ശബരിമല. മാത്രമല്ല അവിടെ 3 ശ്രീചക്രങ്ങളാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രീചക്രത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള അമ്മയുടെ മുമ്പ് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ അമ്മയുടെ ക്ഷേത്രത്തിനകത്ത് 2 ശ്രീചക്രമുണ്ട്. ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും പരശുരാമൻ പ്രതിഷ്ഠിച്ച 2 ശ്രീചക്രമാണ് അമ്മയുടെ ശ്രീകോവിലിനുള്ളിലുള്ളത്. അതുപോലെ തന്നെ ശബരിമലയിൽ 3 ശ്രീചക്രങ്ങളുണ്ട്. അവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശ്രീകോവിലിനുള്ളിൽ ഒരു ശ്രീചക്രമുണ്ട്. അതുപോലെ അയ്യപ്പസ്വാമി ജീവസമാധിയായ മണിമണ്ഡപത്തിനുള്ളിൽ ഒരു ശ്രീചക്രമുണ്ട്. 18-ാം പടിക്കുള്ളിലും ഒരു ശ്രീചക്രമുണ്ട്. അതാണ് 18-ാം പടിയുടെ പ്രത്യേകത. ഈ 18-ാം പടിയിലാണ് കുറെ പോലീസുകാർ ഇപ്പം നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. ആലോചിച്ച് നോക്കിയേ ഒരു ക്ഷേത്രത്തിന് ഏറ്റവും പ്രാധാന്യം. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ശബരിമലയിൽ 18-ാം പടിയിൽ ആർക്കും കയറിപ്പോകാൻ പറ്റുന്നില്ല? ഇരുമുടി ഇല്ലാതെ എന്തുകൊണ്ട് കയറ്റുന്നില്ല?
ഇരുമുടി അണിഞ്ഞ് വ്രതനിഷ്ഠരായി മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ. അത്ര പവിത്രമായ സ്ഥലത്ത് നിന്നിട്ട് തക്കടതരിയുടെ ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നു. അപ്പൊ ഒരു വ്യക്തി, അതിലുള്ള ഒരു വ്യക്തിയെങ്കിലും ഒരു അയ്യപ്പ വിശ്വാസിയാണെങ്കിൽ, ആ ഭഗവാനിൽ ഒരു ഭക്തി ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ചെയ്യാൻ തോന്നില്ല. മാത്രമല്ല പുറം തിരിഞ്ഞു നിന്നിട്ട് ഒരിക്കലും ഒരാൾ പോലും അവിടെ പുറം തിരിഞ്ഞ് നിൽക്കാറില്ല. തന്ത്രിയായാലും മേൽശാന്തിയായാലും പടി ഇറങ്ങുവാൻ തിരിഞ്ഞാണ് ഇറങ്ങുന്നത്. പോലീസുകാർ പോലും ഈ തിരക്കുള്ളവൻ പിടിച്ചു കയറ്റുന്നതിന് ചരിഞ്ഞു നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ രീതിയിലും നമ്മുടെ വിശ്വാസങ്ങളെയും ക്ഷേത്രസങ്കല്പങ്ങളെയും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെയും തകർക്കുക എന്നുള്ള ഒരു വ്യക്തമായ അജണ്ടയുമായിട്ടാണ് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു വിപത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജാഗ്രത, 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 അതാണ് നമുക്ക് വേണ്ടത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.